തണലും തണലത്തണമതിലും എനിക്ക് തോന്നുന്നില്ല ടീച്ചർ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നണേ? ഒരു വ്യത്യാസമില്ലല്ലോ. ടീച്ചറെ കൊണ്ട് ഇത് ക്ലാസ് എടുപ്പിക്കണം കേട്ടോ. എന്നോട് ചോദ്യം ചോദിക്കരുത്, ഞാൻ പഠിക്കാനായതുകൊണ്ട്. അപ്പൊ നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ ആരംഭം പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നിർദ്ദേശിക്കപ്പെട്ട കുട്ടികൾ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ഭംഗിയിൽ കുട്ടികളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പഴയ ഒരു ഓർമ്മകൾ വരുന്നുണ്ട്. അത് പറഞ്ഞാലിങ്ങനെ എന്താ പറയാ, ഒരുപാട് മിസ്സായ കഥകളാണ്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇത്ര പേരെങ്കിലും പങ്കെടുത്തല്ലോ എന്നതിന്. സ്വാഗതം ചെയ്യുന്നു. പിന്നെ തുമാരാ നാം ക്യാ ഹേ? മേരാ നാം തോമസ്. ഹിന്ദി പഠിപ്പിച്ച ടീച്ചറാണ് ബീന ടീച്ചർ. ടീച്ചറുടെ ഹിന്ദി കേട്ട് ഞാൻ പഠിക്കണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ പേടിയാണ്, ഹിന്ദിയുടെ ക്ലാസ് ആണെന്ന് കേട്ട് ഞാൻ തല താഴ്ത്തിയിരിക്കും. എല്ലാവരും പൊതുവെ അങ്ങനെയാണ്, പഠിക്കുന്ന ആളുകൾക്ക് പേടിക്കേണ്ടല്ലോ, അവർ മുമ്പിൽ തന്നെ ഇരിക്കും. ഞാനൊക്കെ ഏറ്റവും പുറകിൽ പോയിരിക്കുന്ന ആളാണോ. അപ്പോൾ ടീച്ചർ വരുമ്പോൾ പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ സാധിക്കണില്ല. പിന്നെ ഒരു വിചിത്രമായ അത്ഭുതം നടന്നത് 10ാം ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഹിന്ദിയിലായിരുന്നു. എങ്ങനെ സാധിച്ചു എന്ന് എനിക്കറിയില്ല. കോപ്പി അടിച്ചിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കോപ്പി അടിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ ഇങ്ങോട്ട് പകർത്തി എഴുതി വെച്ചു. ചിലപ്പോൾ ഒരു പക്ഷെ അതുകൊണ്ടാവും ഹിന്ദിയിൽ ഏറ്റവും മാർക്ക് കൂടുതൽ കിട്ടിയത്. ടീച്ചറേനെയും ഏറ്റവും സ്നേഹത്തോടും താല്പര്യത്തോടും പാലിസ്യത്തോടും കൂടി ഈ മീറ്റിങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിലെ ഒരുപാട് കാര്യങ്ങൾ പറയാനൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ വേണമെങ്കിൽ ടീച്ചറോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ എണീറ്റ് നിർത്തേണ്ട അവസ്ഥയിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ കൊടുക്കും. ടീച്ചർ തിരിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ചോദ്യം ചോദിച്ചാൽ ഞാനും കൊടുക്കും. ജോഗ്രഫിയിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് മരണം വരെയും നമ്മളെല്ലാവരും വിദ്യാർത്ഥിയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം ഏതാണ് അല്ലേ? കുട്ടിക്കാലാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഭാര്യയോട് പറയും, എൻ്റെ ശമ്പളം ഞാൻ നിനക്ക് തരാം, നിന്റെ ശമ്പളം നീ വെച്ചോ, വീട് മാനേജ് ചെയ്താൽ മതി പറയും. അയ്യോ അച്ഛ അത് പറ്റില്ല, അച്ഛൻ തന്നെ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറയും എത്ര സുഖമായിരുന്നില്ല പഠിക്കണ കാലം. സഹാരവും എൻ്റെ തല്ലും ഇപ്പം ഒക്കെ സഹിച്ച് നമ്മുടെ യാത്രയിൽ വിജയം വെച്ച എല്ലാവർക്കും ഇനിയും നിങ്ങളെ ഉയരത്തിലേക്ക് തന്നെ നിങ്ങൾ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഓരോ റീയൂണിയൻ നടക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ കുട്ടികൾ മാത്രം എന്നെ വിളിക്കാത്തത്. എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല, ഓരോ ബാച്ച് കടന്നു പോകുമ്പോഴും അവരൊക്കെ എൻ്റെ കുട്ടികളാണ്. പക്ഷെ നിങ്ങളോട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, 9, 10 അല്ലെങ്കിൽ രക്ഷിതാക്കളെ കൊണ്ടുവരണം ക്ലാസ്സിൽ കയറാനായിട്ട് അങ്ങനെയുള്ളൊരു പ്രശ്നമേ നിങ്ങൾ എനിക്ക് അത്രയും വർഷം നമ്മളവിടെ ഉണ്ടായിട്ട് എനിക്കതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നല്ല കുട്ടികളായി ഇനി ക്ലാസ്സിലുള്ള പ്രശ്നങ്ങളും ഈ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും നമ്മുടെ ക്ലാസ്സിൽ ഈ 3 വർഷം ഒരു പ്രശ്നവും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണണം എന്നുള്ളത് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങളത് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എല്ലാവരും ഇനിയും നല്ല കുട്ടികളോ, ചീത്ത പറയൂലോ, അടി കിട്ടൂലോ, പിറ്റേ ദിവസം വന്ന് ടീച്ചറേ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കും ഇന്നലെ എത്രയും ഞാൻ അവന് വഴക്ക് പറഞ്ഞിട്ട് അവനൊരു ദേഷ്യം എന്നോട് തോന്നണില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിലപ്പോൾ തോന്നും. അപ്പം അത് തന്നെയാണ് ആ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ തന്നെ നിങ്ങളോടുള്ള എന്നോടും നിങ്ങളോടും അത് നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അത് ടീച്ചർ സ്റ്റുഡൻ്റ് റിലേഷൻഷിപ്പ് മാത്രമല്ല, അത് അമ്മ കുട്ടികൾ എന്നുള്ള റിലേഷൻഷിപ്പാണ് അവിടെ കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത്. ഇത്രയും പറഞ്ഞ് ഞാനിവിടെ അവസാനിക്കും. ഞാൻ 99 അവിടെ വന്ന് ഞാൻ വന്നത് 2-4 വർഷം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ ശരി
കുറച്ച് പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആളെ കണ്ടാൽ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ മെയിലാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ 24 പഠിപ്പിച്ച കുട്ടികളും നിങ്ങളും വെച്ച് നോക്കുമ്പോൾ എനിക്ക് നിങ്ങൾ തന്നെയാണ് നല്ല കുട്ടികളായിട്ട് തോന്നുന്നത്. വേറെ ഒന്നല്ല, അത് സമൂഹത്തിൽ വരുന്ന മാറ്റം കുട്ടികളിൽ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടില്ല, അവിടെ ഒതുങ്ങിയിരുന്ന് ഇരിക്കാൻ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള തലമുറ അങ്ങനെയല്ല, അവർക്ക് അനുസരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരൊന്നും ആരുടെ അനുസരണയിൽ നിൽക്കില്ല. ഒരുപക്ഷെ രക്ഷിതാക്കളെ പോലും അനുസരിക്കണ്ടാവില്ല, അതൊന്നും ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടില്ല. ഇപ്പം വരുമ്പോൾ അത് ആ ഒരു സമൂഹത്തിൽ വന്ന മാറ്റമാണ്. അപ്പം എല്ലാവരും നല്ല നിലയിൽ എത്തിയെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി ഞാൻ ഇത്രയും നാൾ ഒരു 24 കൊല്ലമായി ഞാൻ ഇവിടെ വന്നിട്ട്, ചാലിശ്ശേരിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ പഠിപ്പിച്ചത്. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം എന്നെ വിളിച്ച അച്ഛനാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചെയ്യണം മോനെ എന്ന് ചോദിക്കുമ്പോഴാണ് പറയണേ, ടീച്ചറെ ഞാൻ അച്ഛനാണ്. അപ്പം എനിക്ക് സന്തോഷമായി, കാരണം ഇന്നേ വരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എല്ലാവരും നിങ്ങൾ നല്ല വ്യക്തിയിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ചതിലും ഞാൻ വളരെ സന്തോഷിക്കുന്നു. എന്നെ ഓർത്തതിലും നന്ദി. ആശംസ പ്രസംഗത്തിന് വേണ്ടി ഷക്കീലെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വിളിച്ചൊരു ടീച്ചറെ ഞാൻ ഷക്കീല ഇടയെന്ന് പറഞ്ഞപ്പോൾ എന്താ മോളെ വിശേഷം, നീ ഇപ്പം തന്നെ നീ അവിടെ തന്നെ ഉണ്ടോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. വളരെ സന്തോഷമായി. ടീച്ചർ മറന്നിട്ടില്ല എന്നുള്ള ഓർമ്മ നന്നായിട്ട് ടീച്ചർക്ക് ഓർമ്മയുണ്ടായിരുന്നു. പലവരുടെയും അന്ന് ചോദിച്ച എൻ്റെ അടുത്ത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ടീച്ചറിന് ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോഴും ടീച്ചർ ഒരു മുടക്കം പറയാതെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അതുപോലെ എല്ലാവരും വിളിച്ചെല്ലാവരും നമ്മോട് സഹകരിച്ചെത്തിയിട്ടുണ്ട്. സന്തോഷം മാത്രം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയും ഒരുപാട് കൂട്ടായ്മകൾ നമുക്ക് നടത്തും വേണം. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരൊറ്റ കൈയായി നിൽക്കും വേണം. ഇപ്രാവശ്യം പങ്കെടുക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഇപ്രാവശ്യം ലിജി ഇട്ടൊരു മെസ്സേജാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ. സത്യം പറഞ്ഞാൽ ആ മെസ്സേജ് ഞാൻ മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ മെസ്സേജ് രാവിലെ കാണുമ്പോൾ സാധാരണ എന്നും അങ്ങനെ മെസ്സേജ് വിട്ട് പോകും. ഞാൻ വെറുതെ ഒരു കുത്തിത്തിരിപ്പ് പോലെ ഒരു മെസ്സേജ് ഉണ്ടാക്കി, ഇപ്രാവശ്യം നമുക്കങ്ങ് കൂടാമെന്ന് പറഞ്ഞ് അതൊരു മെസ്സേജ് ഇട്ടതാണ് ഞാൻ. ആ മെസ്സേജ് ഏറ്റുപിടിച്ച് ഷക്കീല, ഇർനിസ് അങ്ങനെ എല്ലാവരും വന്ന് ഒരു 28 ദിവസത്തെ ഡെവലപ്മെൻ്റ് ആണ് ഇപ്പോൾ ഇത്. ഇത്രയൊരു സംഭവം ഉണ്ടായെന്ന് വെച്ച് അവിടെ നമ്മൾ ടീച്ചർമാരെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായി, പൈസയായി, കാര്യങ്ങൾ നടന്നു. ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ആരും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടക്കായിരുന്നു, എല്ലാ സംഭവങ്ങളായിട്ടും. അപ്പോൾ മാക്സിമം നടത്താൻ നോക്കും. താങ്ക് യു. പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ടീച്ചറായപ്പോൾ ഞാനത് ഓർക്കാറുണ്ട്. ഒരു കഴിഞ്ഞ ദിവസം ക്ലാസ്സിലുണ്ടായ സംഭവമാണ്. അതായത് ഒരു കുട്ടീനെ ഇങ്ങനെ പിടിച്ചതെന്നുള്ളൂ, അവൻ്റെ കൈ വിട്ട് ഓടി. എൻ്റെ വേഗം കൊണ്ടിട്ട് അവൻ്റെ കൈയൊന്ന് കോറി. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായി, ഇനി വല്ല കംപ്ലൈൻറ്റും ഉണ്ടാകുമെന്ന് വെച്ചിട്ട്. പക്ഷേ പിറ്റത്തെ ദിവസം ഞാൻ വന്നപ്പോൾ ചോദിച്ചു അവനോട്. അപ്പോൾ അവൻ പറയാ, അതൊന്നും കുഴപ്പമില്ല ടീച്ചർ, അതൊന്നും സാരില്ല, അപ്പം മാറിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ടീച്ചർ പറഞ്ഞതൊക്കെ ഓർത്തത്. അതായത് പിന്നെ എല്ലാവർക്കും പക്ഷെ ഇപ്രാവശ്യം എന്തായാലും എല്ലാവരും കാണണമെന്ന് വിചാരിച്ച് തന്നെ വന്നതാണ്. പിന്നെ ഇവിടെ ടീച്ചേഴ്സിനുണ്ടെങ്കിലും വളരെ സന്തോഷം. അപ്പോൾ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കൊന്നും റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ ടീച്ചേഴ്സിനോട് തീരെ ഇല്ല, ഒട്ടുമില്ല. അതിപ്പോൾ നമ്മൾ നല്ല ഹയർ ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സിനൊന്നും അവർക്ക് റെസ്പെക്റ്റേ ഇല്ല. പിന്നെ നമ്മളിപ്പോൾ അഫ്സൽ പറഞ്ഞ പോലെ അവരെ കൂടെ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. അല്ലാണ്ടൊന്നും അങ്ങനെ പിന്നെ വടിയെടുക്കാൻ പാടില്ല, ഷൗട്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ അച്ഛനെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും കണ്ടതിൽ സന്തോഷമുണ്ട്. വർക്കുണ്ടെന്ന് നോക്കാൻ വന്നത് എന്നെ അറിയോ എല്ലാവരും? അത്ര പറയാനും എൻ്റെ ടീച്ചർ ഗ്രൂപ്പിൽ എന്താ പറയുക, എല്ലാവരും ഗ്രൂപ്പിൽ വരണം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാവരും അന്നേരം സന്തോഷം. അച്ഛനെ നോക്കി വെച്ചിട്ട് എന്താ പറയാൻ തോന്നിച്ചിട്ട്. പിന്നെന്താ, ചില കുട്ടികളെ കുറേ കണ്ടിട്ട് അത് കണ്ടപ്പോൾ സന്തോഷം.
ഒന്നും പറയാനില്ല. നമുക്ക് കൈയടിക്കാം. ടീച്ചറെ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. അസർമുള്ള മണം വീശും കാറ്റേ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ മുഖം പൊത്തി സുലികപ്പു ബീവി പണ്ട് മുഖബത്താലല്ലേ ചിരി തൂകി. താങ്ക് യു. ും